ഒരു ഉത്സവത്തിൽ. ഹലോ, വെൽക്കം ടു ജൂൺ. ഇന്നെന്താ നമ്മുടെ പരിപാടി? ഇന്ന് ഡെസേർട്ട് സഫാരിയാണ് കേട്ടോ പരിപാടി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് വന്നത്. ഡെസേർട്ട് സഫാരി മാത്രമല്ല, കൂടെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ നടന്നത്. ബെല്ലി ഡാൻസ്, ഫയർ ഷോ ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ബെല്ലി ഡാൻസിന്റെ ഹ്യൂജ് ഫാനാണ് കേട്ടോ. അപ്പം അതാണ് ഞാൻ നോക്കി കാണുന്ന ഒരു സംഭവം. അപ്പം നമ്മൾ ഫസ്റ്റ് ഡെസേർട്ട് സഫാരിക്കാണ് പോകാൻ പോകുന്നത് കേട്ടോ. മീറ്റിംഗ് പോയിന്റിലെത്തി ഏജന്റിനെ കണ്ടു സംസാരിച്ച് എല്ലാം കഴിഞ്ഞത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് കുറേ 4x4 ഒരു മേളം തന്നെയാണ് കേട്ടോ ഇവിടെ. ഫുള്ള് ലാൻഡ് ക്രൂയിസറും. അപ്പോൾ അതാ ഇവിടുത്തെ വിശേഷങ്ങളെ കാണിച്ചു തരാം. ഒരു വലിയൊരു ഏരിയ തന്നെയുണ്ട്. ഇതാണ്ട് ഒരു ഹ്യൂജ് സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മുടെ 4x4 ഒക്കെ ഇവിടെ നിരയായിട്ട് കിടപ്പുണ്ട്. പിന്നെ ബസ്സും ഉണ്ട് കേട്ടോ. ഇതാ നമ്മുടെ വണ്ടി എത്തി. ഇതിലാണ് നമ്മൾ സഫാരിക്ക് പോണേ. അപ്പോൾ ഇവർ ആക്ച്വലി പറയുന്നത് വെച്ചാൽ 5 കിലോമീറ്ററിന് മുകളിലാണ്. 5 കിലോമീറ്റർ കുറച്ചും കൂടി ഉണ്ടാവും എന്നാണ് പറയുന്നത് ഈ സഫാരി. കിലോമീറ്റർ വൈസ് നോക്കുമ്പോഴത്തേക്ക് അപ്പോൾ എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഏകദേശം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതെൻ്റെ ഫസ്റ്റ് സഫാരിയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സിനിമാസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് അല്ലാതെ ഞാനൊരു ഒരു ഡെസേർട്ട് തന്നെ നേരിട്ട് ഇത്രയും അടുത്ത് കാണാൻ പോകുന്ന ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ എന്താ ഇവർ ഫുള്ളി കണ്ടിന്യൂസ്ലി ഇങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ വണ്ടികൾ തിരിച്ചു പോകുന്നുണ്ട്. അപ്പം ആള് തിരുന്നത് വരെ അങ്ങോട്ട് 2 and 4th ട്രിപ്പ് അടിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. സീറ്റിൽ നിന്നൊക്കെ പൊങ്ങി ചാടുവാണ്. സീറ്റ് ബെൽറ്റ് വളരെ മുഖ്യമാണ് കേട്ടോ. അടിപൊളി. ഡെസേർട്ട് സഫാരി രക്ഷയില്ലാട്ടോ. എൻ്റെ പൊന്നു അടിപൊളിയായിരുന്നു. നമ്മളിതാ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവരിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ ഇറങ്ങിയ ഉടനെ ഇവരിതെടുത്ത് തലയിൽ നമ്മൾ ചോദിക്കാൻ പറയുന്നില്ല, നമ്മുടെ തലയിലങ്ങ് കെട്ടിത്തരും. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിക്കും അത് കൊള്ളാനുള്ള സംഭവം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് ഒരാൾക്ക് 10 dirhams വെച്ച് കൊടുക്കണം. ഇത് കുറേ പേര് അവർ കൊണ്ടുവന്ന് കെട്ടുന്നുണ്ട്. പിന്നീടാണ് പൈസ പറയുള്ളൂ. പിന്നീട് വന്നിട്ട് 20 dirhams 10 dirhams ചോദിക്കും. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യം തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങളത് തിരിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ വേറൊരാളുടെ കിടപ്പുണ്ടേ. ഇതാ നമ്മുടെ ഡെസേർട്ട് ബൈക്ക്. നമ്മളവിടെ നിന്ന് പെയ്തിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ ഡെസേർട്ട് സഫാരിയിൽ നിന്ന് അതിൽ നിന്ന് അടിപൊളിയായിരിക്കും തോന്നുന്നത്. ഞങ്ങൾ ചോപ്പ് തന്നെ അങ്ങ് നോക്കി എടുത്തട്ടോ. അതാ എവിടം വരെയൊക്കെയാണ് ഓടിക്കേണ്ടതെന്നാണ് പുള്ളി പറഞ്ഞിരുന്നത്. അപ്പോൾ തുടങ്ങിയാലോ. പുള്ളി ആദ്യം നമ്മുടെ മുന്നേ വന്ന് വഴിയൊക്കെ കാണിച്ചു തന്നു. ഇവിടം വരെയൊക്കെ പോവാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ആ ടയർ വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ബൗണ്ടറി. അവിടം വരെ നമ്മൾ പോവാവുള്ളൂ. അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പുള്ളി നമ്മളെ പിറകെ ചെയ്ത് വരും കേട്ടോ. പൊള്ളിയാണോ? പൊള്ളി. നിന്റെ മുടി എന്താണ്? അടുത്തതായിട്ട് അതിന് തൊട്ടടുത്തായിട്ട് നമ്മളെയും കാത്തു കിടന്ന ക്യാമറേറ്റന്മാരുടെ അടുത്തേക്ക് പോവാട്ടോ. പേഴ്സണലി എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു ആനിമലാണ് കേട്ടോ ക്യാമല്. പറഞ്ഞിട്ട് ആക്ച്വലി എൻ്റെ മനസ്സിൽ ക്യാമൽസ് ഒരു ഭീകര ജീവിയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം കുഴപ്പമില്ല, കയറി കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മൾ നിർത്തി ഇറങ്ങാൻ നേരത്ത് നല്ല സൂക്ഷിക്കണം. കാരണം കാറ് നല്ല വലുതായത് കൊണ്ട് തന്നെ ടക്കനെ ഒരു ഇരിപ്പായിരിക്കും ഇരിക്കുന്നത്. ആ റൈഡൊന്നും തീരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു കേട്ടോ. ഞാൻ ഇറങ്ങി ഓടി.
അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടെയാണ് കേട്ടോ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയത്. ലാൻഡ് ക്രൂസർ കൊണ്ടുവന്ന് നിർത്തിയ സ്പോട്ടിൽ കണ്ട ആ ഒരു പ്ലേസിൻ്റെ ഇൻസൈഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെയാണ് നമുക്ക് ഫുഡ് അറേഞ്ച്മെൻറ്റും മറ്റേ ഫയർ ഷോ, ബെല്ലി ഡാൻസ് മോസ്റ്റ്ലി ഇവിടെ ആയിരിക്കും. അതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത്. ഇത് ഫാൽക്കൺ ടൂറിസത്തിൻ്റെ സംഭവങ്ങളാണ്. അവരാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇതാണ് ഈ ഫാൽക്കൺ. അൺലിമിറ്റഡ് ഡ്രിങ്ക്സ് ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടീയും കോഫിയൊക്കെ ആവശ്യത്തിന് നമുക്ക് എടുത്ത് കുടിക്കാം. അപ്പം എന്താ മൊത്തം കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ, ലൈറ്റപ്പ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ ടെൻറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി. നമ്മൾ കണ്ട ആ സീറ്റ്സിലെല്ലാം എന്താ ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറായി. അപ്പോൾ ഇതാ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വലിയ ഡാൻസൊക്കെ തുടങ്ങാറായി. അപ്പോൾ ഫുൾ ഓൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം സെറ്റാണ് കാര്യങ്ങൾ. ഇത് അവിടെ ആയിട്ടാണ് ശീശയും കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കി നമ്മുടെ ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ഈ ഡാൻസിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നത്. അവിടെ ഹെന്ന ഡിസൈനിൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. ഹെന്ന ഡിസൈനിങ്ങിൻ്റെ ഇതൊക്കെ ഉണ്ട്. തിരക്കായത് കാരണമാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. തിരക്ക് കുറഞ്ഞെന്ന് തോന്നുന്നു. അപ്പം പോയി ഇടാം. എന്തായാലും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അപ്പം വെല്ലി ഡാൻസിന് കാണാം. വെയിറ്റിംഗ്, ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ അത് കാണാനായിട്ട്. പിന്നെ ഫയർ ഷോ ഒക്കെ ഉണ്ട്. ഫയർ ഷോ എല്ലാം അടിപൊളിയായിരിക്കും. ഓക്കെ, ഇതാണ് ഷീഷ സ്റ്റോള്. പക്ഷേ ഇപ്പോൾ സ്റ്റാർട്ടായിട്ടില്ല കേട്ടോ. ഡാൻസിന് ശേഷമാണ് സ്റ്റാർട്ടാവാന്നാണ് പറഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ നമ്മളെ സീറ്റിൻ്റെ അവിടെ ഷീഷ കൊണ്ട് തരും. അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ഒക്കെ ഉണ്ട്. എന്തിനാ ഇപ്പോൾ അതിന് ഇവിടെ നമുക്ക് വലിച്ചാൽ ഫുള്ള് ലൈറ്റപ്പ് ആയിട്ടാണ് കണ്ട. കുറച്ചുകൂടി ഇരുട്ട് വീഴുമ്പോൾ ഇത് മാത്രം ഹൈലൈറ്റ് ആയിട്ട് അടിപൊളിയായിരിക്കും. ഒരു ഉത്സവത്തിന്റെ ഒരു പ്രതീതി നമ്മുടെ കേരളം വിട്ട് വന്നിട്ടില്ല. നമ്മുടെ ഉത്സവപ്പറമ്പിൻ്റെ അത്രയൊന്നും ആയില്ലെങ്കിലും അതിൻ്റെ ചെറിയൊരു പ്രതീതിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഉള്ളിലെ കളർ ലൈറ്റുകളൊക്കെ വന്നിട്ട് അതിൻ്റെ ഒരു ചെറിയ പ്രതീതി കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ അതിൻ്റെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇച്ചിരി ബലൂണും പിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നില്ലേ അല്ലേ? അപ്പം എന്താ ടന്നൂര ഡാൻസ് കഴിഞ്ഞപ്പോഴേക്കും ഫുഡൊക്കെ റെഡി ആയിട്ട് അതായത് ഇത്രയും ഫുഡ്സ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഫുഡ്സും അറബിക് ഫുഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ ഫുഡ്സൊക്കെ ടേസ്റ്റ് ചെയ്തു. എന്തായാലും സംഭവം കൊള്ളാം. 35 ദിറംസിന് സംഭവം വർത്താണ് കേട്ടോ. ഇത് കഴിഞ്ഞ് നമുക്കിനി ഫയർ ഷോ ഉണ്ട്. അപ്പോൾ അതാ കബാബും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കഴിച്ചിട്ട് വരാം കേട്ടോ.
ഡിസപ്പോയിൻറ്റഡ്. ഞങ്ങളെ പറ്റിച്ചു. ബെല്ലി ഡാൻസ് ഇല്ല, നോമ്പായതുകൊണ്ട് 1 മാസത്തേക്ക് ബെല്ലി ഡാൻസ് ഇല്ല. പക്ഷേ ഞങ്ങൾ ഇൻഫോം ചെയ്തിരുന്നില്ല. ഞങ്ങൾക്ക് ഇട്ട് തന്ന അത് ചിലപ്പം അവർ മുൻപേ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇതായിരിക്കും. പക്ഷെ എന്നാൽ പോലും അത് പ്രത്യേകിച്ച് നമ്മളോട് പറയണമല്ലോ ബെല്ലി ഡാൻസ്. ഇട്ട് തന്ന പ്രോഗ്രാംസിൽ ബെല്ലി ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ അതാണ് മെയിൻലി ഫോക്കസ് ചെയ്ത സാധനം. പക്ഷേ ഇപ്പോഴാണ് അറിയണത് ഫയർ ഷോ വരെ ഉണ്ടായിരുന്നുള്ളൂ, തീർന്നു, ബെല്ലി ഡാൻസ് ഇല്ല. അത് ഒട്ടും ശരിയല്ല. അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങാൻ കേട്ടോ. നമ്മളെ കാർ ഇട്ടിരിക്കുന്ന സ്പോട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോവാണ്. നമ്മളായിരുന്നു കേട്ടോ ഏറ്റവും ലാസ്റ്റിലെ പാസഞ്ചേഴ്സ്. അപ്പോൾ പോവാം. അപ്പോൾ ഡെസേർട്ട് സഫാരി ഒക്കെ കഴിഞ്ഞു. ഒരു വിഷമേ ഉള്ളു ബെല്ലി ഡാൻസ്. നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം ഭയങ്കര അർജന്റ് ആയിക്കല്ലേ പെട്ടെന്ന് ഓടിപ്പോയി. പിന്നെ 35 ദിർഹംസിന് വർത്താണ് കേട്ടോ. നമ്മള് അതെ 35 ദിർഹംസ് ആയിരുന്നു. നമ്മള് ഏറ്റവും ലോ പാക്കേജ് എടുത്ത് നോക്കിയതാണ് അത് എന്തൊക്കെ വരും എന്നുള്ളത്. കാരണം വിച്ച് മുൻപ് ഒരിക്കല് വേറെ പാക്കേജിൽ പോയിട്ടുണ്ട്. അപ്പം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വ്യത്യാസങ്ങളുണ്ട്, നല്ല വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ 35 വർത്തായിരുന്നു. അപ്പൊ ബെല്ലി ഡാൻസ് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം വരാം. ഓക്കെ, അപ്പൊ ബൈ ബൈ.